ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കസ്റ്റർഡ് ഫ്രൂട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ആർക്കും എളുപ്പം വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഒട്ടുമിക്ക പേർക്ക് ഇത് അറിയാമെന്ന് തോന്നുന്നു, അല്ല അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കായിട്ടാണ് നമ്മൾ ഇന്ന് ഈ റെസിപ്പി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. കസ്റ്റേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല വെറൈറ്റി ഡെസേർട്ട്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് കസ്റ്റേർഡ് ഫ്രൂട്ടാണ്. മധുര പ്രേമികൾക്ക് ഉറപ്പായത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് ഏത് ഫ്രൂട്ട്സ് ആണോ ഇഷ്ടം അത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, മാംഗോ എടുത്തിട്ടുണ്ട്, പിന്നെ 2 ടൈപ്പ് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിനായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നല്ല അടിപൊളി ഫ്രൂട്ട്സ് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതിൽ നിന്നും നല്ല പഴുത്ത സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നല്ല പഴുത്തത് നോക്കിയിട്ട് എടുക്കണം. ഒരുപാട് നാരുള്ള മാങ്ങ എടുക്കരുത് കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ളത് പ്ലിയൂർ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കത് എത്ര ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ള വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ എടുക്കാം കേട്ടോ. അടുത്തത് നമ്മൾ എടുത്തിട്ടുള്ളത് പച്ചമുന്തിരിയാണ് കേട്ടോ. അത് നന്നായി കഴുകി വൃത്തിയാക്കി നമ്മളത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൽ ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി പുളിപ്പുള്ളതായിരുന്നു, അധികം മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഇതും കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ മുന്തിരി എടുത്തിട്ടുണ്ടായിരുന്നു. കുരുമില്ലാത്ത മുന്തിരി വേണം കേട്ടോ എടുക്കാനായിട്ട്. നമ്മൾ സ്ട്രോബെറി, മാങ്ങ, മുന്തിരി, പച്ചമുന്തിരിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുത്തത് ഇനി എടുക്കാൻ പോകുന്ന ബ്ലാക്ക് മുന്തിരിയാണ് കേട്ടോ. അതും നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ അത് നല്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ തിരുപുളിപ്പും മധുരമൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് സേമിയ കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. നമുക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് സേമിയ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ സേമിയ ചേർക്കാം. നമ്മളിവിടെ സേമിയ ചേർക്കുന്നില്ല. നമ്മൾ ഫ്രൂട്ട്സും കസ്റ്റേർഡും മാത്രമാണ്. കസ്റ്റേർഡും അതുപോലെ കസ്കസ്, ചിയാസീഡാണ്. കസ്കസ് ഇടുന്നവർക്ക് കസ്കസ് ഇടാം, ചിയാസീഡ് ഇടുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മളിന്നിവിടെ ചിയാസീഡാണ് ഇടുന്നത്. നമുക്ക് ബ്ലാക്ക് മുന്തിരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഫ്രൂട്ട്സ് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിന്ന് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ടാണ് കസ്റ്റേർഡ് പൗഡർ. അപ്പോൾ നമുക്കിതിൻ്റെ പല ഫ്ലേവേഴ്സും വരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവറാണ് കേട്ടോ. കസ്റ്റേർഡ് പൗഡറിൽ തന്നെ പൈനാപ്പിൾ ഫ്ലേവറും സ്ട്രോബെറി ഫ്ലേവേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കൂടുതൽ ഇഷ്ടം വാനില ഫ്ലേവർ ആയതുകൊണ്ട് നമ്മൾ അതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനായിട്ട് ചിയാസീഡ് വെള്ളത്തിലിടാം കേട്ടോ, കുതിർക്കാൻ വെക്കാം. ഇവിടെ ആദ്യം വെള്ളത്തിൽ കുതിർത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് പാലും ഇതിൽ കൂടെ ഈ ചിയാസീഡിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അഞ്ച് മിനിറ്റ് ഒന്നും വെക്കണ്ട, അതിന് മുന്നേ തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് വരും. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര കട്ടി തിക്നെസ് നമുക്ക് ആവശ്യമില്ല. അപ്പം കുറച്ച് പാലും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് പാലിലേക്ക് കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പാലൊന്ന് ചൂടാക്കാൻ വെക്കാം. പാലിൻ്റെ കൂടെ കുറച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പാൽ ചൂടാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ അവർക്ക് മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് മധുരം ആഡ് ചെയ്യാം കേട്ടോ.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാലിന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിപിടിച്ച് പോകും. അപ്പം നമുക്ക് ഒരുപാട് തിളക്കണമെന്നില്ല, ഒരു തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെക്കാവുന്നതാണ്. ജസ്റ്റ് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള തിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് തിക്കായിട്ട് വരും കേട്ടോ. കസ്റ്റേർഡ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. 1/4 മണിക്കൂറോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഫ്രൂട്ട്സും നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയാ സീഡും നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇതുവരെ ആയിട്ടും കസ്റ്റർഡ് ഫ്രൂട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്